എല്ലാവർക്കും വന്ദനം. യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ വിളിക്കപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവരും ഓരോ ദിവസം കഴിയുന്തോറും കൃപമേൽ കൃപയുള്ളവരായി വർദ്ധിച്ചു വരുന്നു. അത് വിശ്വസിക്കുക. നിങ്ങളിലുള്ള യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ നാമം ഓരോ അനുഗ്രഹങ്ങളെയും നിങ്ങൾക്ക് വിളിച്ചു വരുത്തുകയാണ്. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും കൂടുതൽ കൂടുതൽ ശക്തിപ്പെടാം. എന്താണ് കർത്താവിൻ്റെ അമിത ബലം? ഒന്ന് വചനം, രണ്ട് പരിശുദ്ധാത്മാവ്. വചനത്തിലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി തൊടുന്നതെല്ലാം ഒരു ജയമായി മാറും. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവർ ജയം കാണും. വചനത്തിൽ ഉറ്റിരിക്കുന്നവർ ജയം കാണും. സങ്കീർത്തനം പോലെയാകും. ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കും. ഇല വാടാത്ത വൃക്ഷം പോലെ ആയിരിക്കും. അവൻ തൊടുന്നതെല്ലാം സാധിക്കും, വിജയമാകും. തൊടുന്നതിനെല്ലാം ഒരു ജയമുണ്ടാകും. എന്താ കാരണം? അവൻ നടപ്പെട്ടിരിക്കുന്നത് ആറ്ററമ്പത്താണ്. ആറിൻ്റെ പ്രത്യേകത അത് വചനമാകുന്ന നദിയാണ്. പരിശുദ്ധാത്മാവും വചനവും എല്ലാം ഒരുപോലെ ഒഴുകുന്നതാണ് നദിയെ കാണിക്കുന്നത്. എപ്പോഴും നല്ല തഴച്ചു വളരാൻ പറ്റിയ ഒരു അന്തരീക്ഷം ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നവൻ തഴച്ചു വളരും. നന്നായി പ്രാർത്ഥിക്കുന്നവരെ നോക്കിക്കോ, ഭയങ്കര സമാധാനമായിരിക്കും. ഒരുപക്ഷെ അവരുടെ വീട്ടിലൊന്നും ഉണ്ടാകത്തില്ല, എങ്കിലും ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ മറ്റുള്ളവർക്കും ഉണ്ടായതിനേക്കാൾ വലിയ സന്തോഷം സാന്നിധ്യത്തിൽ ഇരിക്കുന്നവർക്കുണ്ടാകും. എല്ലാ വസ്തുവകയുടെ സമൃദ്ധി ഹേതുവായിട്ടല്ല സന്തോഷം ഉണ്ടാകുന്നത്. സന്തോഷം ദൈവം തരുന്നതാണ്, വസ്തുവക തരുന്നതല്ല. ഈ സത്യങ്ങൾ ഒരു ദൈവ പൈതൽ അറിയണം. വസ്തുവക കൊണ്ടല്ല നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. അതൊരു ജഡത്തിൻ്റെ സന്തോഷമാണ്. നമുക്ക് കണ്ണ് നിറച്ചെല്ലാം കാണണം. ചിലർ കണ്ടില്ലേ, എല്ലാം വീട്ടിലുണ്ട്, ഒന്നും കഴിക്കാൻ മേല. എൻ്റെ പാസ്റ്റേ ചോറ് തിന്നരുന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ ഡോക്ടർ ഒരാളോട് പറഞ്ഞു, രാവിലെ 2 ചപ്പാത്തി പരിപ്പ് കറി, വൈകിട്ടും 2 ചപ്പാത്തി പരിപ്പ് കറി. ഈ മനുഷ്യൻ ചോദിച്ചു, ആഹാരത്തിന് മുമ്പോ ശേഷമോ എന്ന്. കാരണം അതുപോലെ വിശപ്പ് ഭ്രാന്തരാണത്. വീട്ടിൽ ആവശ്യം പോലെ ഉണ്ട്, തിന്നാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞേക്കാണ്. അപ്പോൾ ഈ വീട്ടിൽ കുറേ പാത്രങ്ങൾ നിറഞ്ഞിരുന്നത് കൊണ്ട് എന്താ ഗുണം? ഉള്ളത് അനുഭവിക്കാനുള്ള കൃപയും കൂടി കിട്ടണം. എന്തുണ്ടോ അത് അനുഭവിക്കുകയും കൂടി ആസ്വദിക്കുകയും കൂടി ചെയ്യണം. അതിൻ്റെ പേരാണ് ദൈവകൃപ. ദൈവം എന്തെങ്കിലും തന്നാൽ അത് ആസ്വദിക്കാൻ കഴിയും. 8 കാലിക്ക് വല കെട്ടാൻ ദൈവം കൃപ കൊടുത്തു. അതിൻ്റെ മുകളിലൂടെ നടക്കാനും കൂടി ദൈവം എന്ത് ചെയ്തു? 8 കാലിക്ക് പ്രത്യേകം കഴിവ് കൊടുത്തു. 8 കാലിൽ നടക്കുന്ന വലയെക്കൂടി വേറെ ആരെങ്കിലും നടന്നാൽ വിവരം അറിയും. അപ്പോൾ നമുക്ക് ദൈവം തരുന്നത് അതിലൂടെ നമുക്ക് നടക്കാൻ കഴിയും. അത് യേശു ശിഷ്യന്മാരെ നടന്ന് കാണിച്ചു. താൻ ഉണ്ടാക്കിയ കടലിൻ്റെ മീതെ യേശു നടന്നു കാണിച്ചു. അതിനൊരു 12 മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടി വന്നു. വാസ്തവം അത് യേശു നടന്നു കാണിച്ചില്ലേ? ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിതാവുമായി സമയം ചെലവഴിക്കുന്നവർ, അവർക്ക് അവരുടെ മുൻപിലുള്ള പ്രശ്നങ്ങളുടെ മുകളിലൂടെ നടക്കാൻ കഴിയും. അതേ പ്രശ്നത്തിൽ 12 പേര് നിലവിളിച്ച് തുഴയുകയാണ്. അവർ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് യേശു അതിൻ്റെ മുകളിലൂടെ നടന്നത്. അതായത് നമ്മുടെ മുൻപിലുള്ള പ്രശ്നങ്ങളുടെ മീതെ നടക്കുന്നത് ദൈവം തരുന്ന പ്രത്യേകം കൃപയാണ്. സമൃദ്ധി കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്, കർത്താവിനെ കൊണ്ട് തന്നെയാണ്. നമുക്കത് വിശ്വസിക്കാം, കർത്താവിൽ കൂടുതൽ ആശ്രയിക്കാം. ഇന്നൊരു ജയത്തിൻ്റെ ദിവസമാകട്ടെ. ചേർന്ന് പാടി യേശുവിന് മഹത്വം കൊടുക്കാം. എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടിന, അത്ര നേരം കാത്തു നിന്നെ.
എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ തള്ളിപ്പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നെ നീ ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ ക്രൂശിൽ കിടന്നപ്പോഴും കാരിരമ്പാണിയല്ല വേദന ക്രൂശിൽ കിടന്നപ്പോഴും കാരിരമ്പാണിയല്ല വേദന നാശത്തിലായൊരു രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോധനം നാശത്തിലായൊരു രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ ആരോധനം എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു ഇതെത്രയും വിചിത്രമേശു രക്ഷകാ എത്ര ദൂരം നിന്നെ വിട്ടോടിനാ അത്ര നേരം കാത്തു നിന്നെന്നെ നീ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 11 തൊട്ട് 13 വരെയുള്ള ഭാഗങ്ങൾ നമുക്കിന്നൊന്ന് വായിക്കാം. ഇന്നും നാളെയും കൂടി നമുക്ക് ഈ അധ്യായം 14-ാം വാക്യം വരെ ഒന്ന് ചിന്തിക്കണം. ആവർത്തന പുസ്തകം 28-ന്റെ 1 തൊട്ട് 14 വരെയുള്ള ചിന്തകളിലാണ് നമ്മൾ തുടരുന്നത്. 10 മുതൽ വായിക്കുമ്പോൾ, യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തെ യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. സമൃദ്ധി നൽകും. സമൃദ്ധി ഉണ്ടാക്കുന്നതല്ല, സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാൻ നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കപ്പെടാൻ യഹോവ നിനക്ക് നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങില്ല. നിന്റെ സീസൺ ദൈവം മാറ്റും.
ആകാശം തുറക്കും. നിനക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ ഒരു സീസൺ ദൈവം തുറന്നു തരും. നീ പാർക്കുന്ന ദേശത്ത് നിന്നോട് പറഞ്ഞൊരു വാക്ക് പാലിക്കാൻ, വാഗ്ദത്തം പാലിക്കാൻ ദൈവം മഴ തരും, സീസണുകളെ തരും. നിനക്ക് ദൈവം പുതിയ സീസൺ തരും. ഇന്ന് വരെ ഇല്ലായ്മയുടെ സീസണും കഷ്ടപ്പാടിൻ്റെ സീസണും വേദനകളുടെ സീസണാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത് നിന്റെ സമൃദ്ധിയുടെ സീസണാണ്. ഇന്നിത് പറയുമ്പോൾ പലരും ഇത് കേൾക്കുന്നുണ്ട്. നാളെ നിങ്ങൾ എന്നോട് വന്ന് പറയും. പല കുഞ്ഞുങ്ങൾ എന്നോട് പറയും, അങ്കിള് ആ ഒരു 5 വർഷം മുമ്പ് 2024 ഏപ്രിൽ മാസത്തിൽ ഒരു 28-ാം അധ്യായം ആവർത്തനം 28 1 തൊട്ട് 15 വരെയും പറഞ്ഞില്ലേ, അത് ഞാൻ കയറി പിടിച്ചു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടു, ഞങ്ങൾ അങ്ങനെയാണ് ഈ നിലയിലെത്തിയതെന്ന് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കും. കാരണം ഇത് എൻ്റെ വചനമല്ല, ഇത് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവവചനമാണ്. ഈ വചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്നെയും കൊണ്ടുപോവുകയാണ്. ഇത് പറയുന്ന എനിക്കും പ്രതിഫലം, കേട്ട് വിശ്വസിക്കുന്ന നിങ്ങൾക്കും പ്രതിഫലം. പറഞ്ഞെന്ന് കരുതി എനിക്ക് അധികം പ്രതിഫലമില്ല. ഇത് ഞാൻ വിശ്വസിച്ചാൽ, ഞാൻ വിശ്വസിക്കണം, ഞാൻ എന്ത് പറയുന്നുവോ, ഞാൻ നിങ്ങൾക്ക് എന്ത് വിതയ്ക്കുന്നുവോ അത് എൻ്റെ നിലത്ത് ഞാൻ വിതക്കാൻ അനുവദിച്ചാൽ 100 മേനി വിളവ് എനിക്കുമുണ്ട്. അതുകൊണ്ട് പ്രസംഗിച്ചാൽ മാത്രം, പ്രസംഗിക്കുമ്പോൾ ഒരു പ്രതിഫലമുണ്ട്. ഈ ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു അനുഗ്രഹം എനിക്കുണ്ട്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹം. ഒന്ന് ആചരിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് വിളിക്കപ്പെടും. അപ്പം ഏറ്റവും വലിയവനാകാൻ ആചരിച്ച് പഠിപ്പിക്കണം, ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കണം. യേശു പഠിപ്പിച്ചു. അപ്പോൾ ദൈവവചനത്തെ പ്രാക്ടീസ് ചെയ്യണം. ദൈവവചനം കേട്ട് ചിലർ എഴുതിയൊന്നും എടുക്കില്ല, വരും കയ്യും കെട്ടിയിരുന്ന് കുറേ കേൾക്കും, മൊബൈൽ ബെല്ലടിച്ചാൽ അത് എടുത്തുകൊണ്ട് വെളിയിൽ പോകും. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്ത് അനുഗ്രഹിക്കപ്പെടാനാണ് ഈ ഇറങ്ങിയെന്ന് അറിയില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു യോഗത്തിലിരുന്ന് വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീഴട്ടെ. പാറസ്ഥലത്ത് വീഴല്ലേ, മുള്ളിനിടയിൽ വീഴല്ലേ, വഴിയറമ്പത്ത് വീഴല്ലേ. വഴിയറമ്പ് പോലെയാണ് എല്ലാം. അവരുടെ ആ വഴിയിൽ ഒത്തിരി കാര്യമുണ്ട്. നാട്ടുവിശേഷം, വീട്ടുവിശേഷം, അത് ഇത്, ഇതിനിടയിലാണ് കുറച്ച് വിത്ത് വീഴുന്നത്. എന്നാൽ നല്ല നിലത്ത് ഒന്നുമില്ല, വേലി കെട്ടി കല്ല് പെറുക്കിക്കളഞ്ഞ് സംരക്ഷിക്കപ്പെടുന്ന ഒരു നല്ല നിലമായിട്ട് നിങ്ങൾ ഓരോ യോഗത്തിന് വന്നിരിക്കെ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് വിടുതലാകും, സൗഖ്യമാകും, രക്ഷയാകും, ഉയർച്ചയാകും, സമാധാനമാകും, പുരോഗതിയാകും, ജയമായി മാറും. നല്ല നിലം നമ്മളുണ്ടാക്കുന്നതാണ്. നല്ല നിലത്ത് വീണ വിത്ത് 100 മേനി വിളവ്. നല്ല നിലം നമ്മളുണ്ടാക്കുന്നതാണ്. വിത്തിൻ്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. വിത്ത് കർത്താവ് എറിഞ്ഞോളും. അതിന് ഞങ്ങളെയൊക്കെ ദൈവം ആക്കിയിട്ടുണ്ട്. എന്നാൽ നല്ല നിലത്തിൻ്റെ ജോലി നമുക്കാണ്. ഒരു മീറ്റിങ്ങിന് വന്നാൽ ആദ്യം വന്നവർ മുന്നിൽ വന്ന് ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന്, കർത്താവേ ഇന്ന് എന്നോട് ഇടപെടണമേ, ഇന്ന് കേൾക്കുന്ന വചനം എനിക്ക് മുറുകെ പിടിക്കാൻ കൃപ തരണമേ. ഏകാഗ്രതയോടെ വന്നിരുന്ന് പ്രാപിച്ചു പോകുന്നവരുണ്ട്. വർഷങ്ങളായിട്ട് വന്നിട്ടും അഭിഷേകം പോലും പ്രാപിക്കാതെ, അന്യഭാഷ പോലും കിട്ടാതിരിക്കുന്നവരുമുണ്ട്. നിങ്ങൾ വില മുടക്കുമെങ്കിൽ നിങ്ങളത് പ്രാപിച്ചിരിക്കും, നിങ്ങൾ സ്വന്തമാക്കിയിരിക്കും. ദൈവം നമുക്ക് സീസണുകളെ തരും. ദേശം, നിനക്ക് ദൈവം തന്ന ദേശത്ത്, ആ ദേശത്തിൻ്റെ മീതെ ഞാൻ സ്വർഗം തുറക്കും. നിന്റെ ദേശം വിട്ട് നീ എങ്ങും പോകണ്ട, നീ ആ ദേശത്ത് പാർക്കണം. ലേവ്യ പുസ്തകത്തിൽ പറയുന്നു, നിലം ജന്മം വിൽക്കരുത്. ആ നിലത്തിൻ്റെ മുകളിൽ ഞാൻ ആകാശം തുറക്കും. എൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറന്ന് ഞാൻ നിനക്ക് വേണ്ട മഞ്ഞും മഴയും തരും. ഞാൻ തുറക്കുന്ന ദൈവമാണ്. നിന്റെ കൃഷി വർദ്ധിക്കാൻ ഞാൻ നിനക്ക് സീസൺ തരും.
ഒരു നല്ല മഴയുടെ സീസൺ തരും. ആവശ്യത്തിന് മഴ ലഭിക്കും. നിന്റെ കൃഷി ആർത്തു വളരും. നിന്റെ ദേശത്ത് കന്നുകാലികളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നീ അത് കാണും. നിന്നെ ദൈവം ഉയർത്തും. ഇതാണ് കർത്താവിൻ്റെ പരിപാടി. സീസണുകളെ കർത്താവ് തരും. അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. ദൈവം ഭൂമിയിൽ ഉണ്ടാക്കിയ സീസൺ, രാത്രി വാഴാനും പകൽ വാഴാനും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവം നിർമ്മിച്ചു. അതെന്തിനാണ്? കാലങ്ങൾ, കാലാവസ്ഥകൾ ഇവയുണ്ടാകാനാണ്, സീസണുകളെ ഉണ്ടാക്കാനാണ്. ആ സീസണുകൾ നമ്മുടെ അനുഗ്രഹമാണ്. മഴക്കാലവും വേനൽക്കാലവും വസന്തകാലവും മഞ്ഞുകാലവും ഇതെല്ലാം മാറി 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 ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ അനുഗ്രഹമാണ്. സീസണുകളെ ദൈവം തരും. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ പറയുന്ന എല്ലാറ്റിനും ഒരു കാലമുണ്ട്. കരയാനൊരു കാലമെങ്കിൽ ചിരിക്കാനൊരു കാലം. ഇത് 3-ാം അധ്യായത്തിലാണ്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴെ സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം. ജനനം ഒരു സന്തോഷമാണ്, വേർപാടൊരു ദുഃഖമാണ്, അല്ലേ? നടുവാൻ ഒരു കാലം, നട്ടത് പറിച്ച് ആസ്വദിക്കാൻ ഒരു കാലം. അതായത് കണ്ണുനീരോടെ വിതയ്ക്കുന്നത്, എന്നാൽ കൊയ്യുന്നതോ ആർപ്പോടെയാണ്. അതിൻ്റെ അർത്ഥം കണ്ണുനീരിൻ്റെ ഒരു കാലം, നടുവാൻ ഒരു കാലം, എന്നാൽ നട്ടതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു കാലം. ദൈവവേലക്കാരായ ഞങ്ങളൊക്കെ ജീവിതത്തിൽ നടുന്ന കാലങ്ങളിലൂടെ പോയി. ആ നട്ടത് പറിക്കുവാനും ദൈവം കൃപ തന്നു. അതിൽ നിന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നാം ദൈവത്തിൻ്റെ കൃഷിയാണ്, നാം ദൈവത്തിൻ്റെ തോട്ടത്തിലെ വേലക്കാരുമാണ്. അപ്പൊ കൃഷി വേലക്കാർ എന്താണ് അതിൻ്റെ അർത്ഥം? നടുക, നട്ടത് പറിക്കുക. നടുക, നട്ടത് പറിക്കുക. ഇത് ഒരു കൃഷിക്കാരൻ്റെ മനസ്സിൽ പറഞ്ഞാൽ മനസ്സിലാകും. എന്താണ് നടുക, നട്ടത് പറിക്കുക? ഇതുപോലെ നാം കണ്ണുനീരോടെ വിതയ്ക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സാമ്പത്തികമായി നാം വിതയ്ക്കുകയാണ്. വിതയ്ക്കാനുള്ള വിത്തും തിന്മാനുള്ള ആഹാരവും തരുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി വിതയ്ക്കാനുള്ളതും, കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, വിതയ്ക്കാനുള്ളതും ദൈവം തരികയാണ്. വിത്തെടുത്ത് തിന്നരുത്, പിന്നീട് പട്ടിണിയായിപ്പോ. തിന്നാനുള്ളത് തിന്നാവൂ, വിത്തെടുക്കരുത്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അത് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും. വിതയ്ക്കാനുള്ളത് അത് വിതയ്ക്കുമ്പോൾ ഒരു കണ്ണുനീരാണ്. അയ്യോ, ആ പൈസ എന്നോട് ആരോ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല, ദശാംശം പോലും ഞങ്ങളിപ്പോൾ കൊടുക്കുന്നില്ല. ഞാൻ അവരോട് ഒന്നും മിണ്ടിയില്ല. കാരണം അവരോട് പറയണമെന്ന് എനിക്ക് നേരിട്ട് പറയണമെന്നുണ്ട്. പലരും എന്നോട് പറഞ്ഞു, ദശാംശം തരാൻ പറ്റുന്നില്ല, കൊടുക്കാൻ. ഒത്തിരി പേരുടെ അവസ്ഥയാണ്. എന്നാൽ നിങ്ങൾ കണ്ണുനീരോടെ അത് വിതയ്ക്കണം. കൊയ്യാനൊരു കാലമുണ്ട്. നിങ്ങളുടെ ഇല്ലായ്മകളിൽ പോലും ആ വിതച്ചില്ലേ, ആ വിതയ്ക്കാനുള്ള വിത്ത്, അതാണ് നിങ്ങളുടെ കൊയ്ത്തിനെ കൊണ്ടുവരുന്നത്. വിതയ്ക്കാനൊരു കാലം. ആ ഒരു സീസണിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? അടുത്ത സീസണിൽ അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം അറിയണം. നാം വിതച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടൂ. ദൈവരാജ്യത്തിൽ വിതക്കണം. ലോകത്തിൽ ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും. ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ കൊയ്യും. എന്തു വിതയ്ക്കുന്നുവോ വിതയ്ക്കാനൊരു കാലം. അപ്പോൾ അറിഞ്ഞ് തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പിൽ തന്നെ നമുക്ക് വിതയ്ക്കാൻ കഴിയും. ആർപ്പോടെ കൊയ്യുന്ന ഒരു കാലം വരും. നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം. നമ്മുടെ കോശങ്ങളെ കൊല്ലുന്ന, ക്യാൻസറുകളാക്കുന്ന മാരക വ്യാധികൾ വരുന്ന
അവയവങ്ങളെ കൊല്ലുന്ന ഒരു സീസൺ ചിലപ്പോൾ വന്നെന്നിരിക്കും. എന്നാൽ ഇവിടെ പറയുന്നു സൗഖ്യമാകുന്ന കാലത്തിലേക്കും വരും. നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഇങ്ങനെയുള്ള കാലമുണ്ടായതുകൊണ്ടാണ് സൗഖ്യദായകനായ യേശുവിലേക്ക് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സൗഖ്യത്തിൻ്റെ കാലം അനുഭവിക്കാനും കഴിഞ്ഞു. കൊല്ലുന്ന, കോശങ്ങളെ കൊല്ലുന്ന, അവയവങ്ങളെ കൊല്ലുന്ന പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാൻ യേശു വന്നു. പുതിയൊരു സീസണുമായി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. സൗഖ്യത്തിൻ്റെ സീസൺ. അപ്പൊ കൊല്ലുന്ന, ജീവിതത്തെ കൊല്ലുന്ന, അറുക്കുക, മുടിക്കുക, കൊല്ലുക എന്ന പിശാചിൻ്റെ പദ്ധതിയെ ക്രൂശോടെ തകർത്ത് കളഞ്ഞ് സൗഖ്യത്തിൻ്റെ സീസണെ കൊണ്ടുവന്നവനാണ് നമ്മുടെ യേശു. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ നമുക്ക് കടന്ന് വിശ്വസിക്കാം. അടുത്തത് ഇടിച്ചു കളയാനൊരു കാലം, പണിയാനൊരു കാലം. ഇടിച്ചു കളയുക. എന്തെല്ലാം നമ്മൾ പണിയുന്നുവോ അതെല്ലാം ഇടിഞ്ഞു പോകും. അതെല്ലാം നന്മയ്ക്കാകും. ചിലതൊക്കെ വിദ്യാഭ്യാസം ഇടിഞ്ഞുപോയി, ബിസിനസ് ഇടിഞ്ഞുപോയി, ജോലി നഷ്ടപ്പെട്ടു. കൊറോണ കാരണം ഒത്തിരി പേരെ ജോലി പോയി. ഇടിച്ചു കളയുന്ന കാലം. എന്നാൽ അടുത്തൊരു കാലം വരുന്നുണ്ട്. കർത്താവിൻ്റെ മക്കൾ ഉറച്ചു നിൽക്കണം. പണിയാൻ ഒരു കാലം. ഇടിച്ചു കളയുന്ന പിശാചിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് കർത്താവ് നമുക്ക് വേണ്ടി വലിയ പണികൾ, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. പണിയാൻ ഒരു സീസൺ വരുന്നുണ്ടെന്ന്. സ്തോത്രം. കരയുവാനൊരു കാലം, ചിരിക്കാനും കാലം. കരഞ്ഞ കാലം, യേശുവിനെ കൂടാത്ത കാലം. ചിരിക്കാനുള്ള കാലം എന്ന് പറഞ്ഞാൽ യേശുവിൽ വന്നോട് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ഇനി കരയാനുള്ള കാലമില്ല. അതെന്തെല്ലാം വിഷയം വന്നാലും എപ്പോഴും സന്തോഷിപ്പിൻ. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു, ചിരിക്കാനുള്ള കാലം യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ്. ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് ചിരിയുണ്ടായി. യേശു എന്നിൽ ജനിച്ചപ്പോൾ എനിക്ക് ചിരിയുണ്ടായി. എൻ്റെ ചിരി ഇനി മായുകയില്ല. കാരണം അത് ദൈവം തന്ന ചിരിയാണ്. അത് യേശു ക്രിസ്തുവിലൂടെ എനിക്കുണ്ടായ രക്ഷയുടെ സന്തോഷമാണ്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് ഒരിക്കലും എടുക്കരുത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് രക്ഷയുടെ സന്തോഷം. ഇത് ആസ്വദിക്കണം. ഇതൊരു സീസണാണ്. ദൈവം സീസണുകളെ തരുന്ന ദൈവമാണ്. കർത്താവ് അത് ചെയ്യും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ സീസണുകൾ മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ അനുഭവിച്ചത് കണ്ണുനീരും കയ്പും വേദനകളും ദുഃഖമാണെങ്കിൽ ക്രിസ്തുവിലുള്ള ഒരു പുതിയ സീസൺ, യേശുവിലൂടെ ഉണ്ടായിരിക്കുന്ന സീസൺ, അതിലേക്ക് എല്ലാവരും ആ വാതിലൂടെ, യേശുവാകുന്ന വാതിലൂടെ പ്രവേശിക്കട്ടെ. ഒരു പുതിയ സീസൺ അവർക്കുണ്ടാകട്ടെ. സൗഖ്യം, വിടുതലുകൾ സംഭവിക്കട്ടെ. ശരീരത്തിലുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഈ ജനത്തെ വിട്ട് മാറുന്ന ഒരു സൗഖ്യത്തിൻ്റെ സീസൺ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉണ്ടാകട്ടെ. സാമ്പത്തികമായ സമൃദ്ധിയുടെ ഒരു സീസൺ ഇവർക്കുണ്ടാകട്ടെ. കണ്ണുനീരോടെ വിതച്ച്, ഇല്ലായ്മകളിലും ദൈവരാജ്യത്തിന് വേണ്ടി വിതച്ച് ഒരാർപ്പോടെ കൊയ്യുന്നവരാകട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കും. ഇവരിലൂടെ ആയിരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല സീസൺ അവർക്കുണ്ടാകട്ടെ. ഒരു കൊയ്ത്തിൻ്റെ സീസൺ അവർക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ വചനങ്ങൾ നമ്മിൽ നിറവേറാനുള്ളതാണ്. ഇത് ഇതുപോലെ തന്നെ സംഭവിക്കും. ഇത് സംഭവിക്കാൻ വേണ്ടിയാണ് യേശു എഴുതി വെച്ചിരിക്കുന്നത്. വിശ്വസിക്കാം. സ്വർഗീയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കാം. ഇന്ന് വൈകിട്ട് നമുക്ക് നല്ല ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. സൂമിലൂടെ ലൈവായി നമുക്കിതിൽ പങ്കെടുക്കാൻ കഴിയും. അത്
വൈകിട്ട് 7 മണിക്കാണ് ഇന്ത്യൻ സമയം. 7 മണി തൊട്ട് 9 മണി വരെ 2 മണിക്കൂർ കൂടുതൽ നേരം ആരാധിക്കാനും വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കാനും ഉപവാസത്തോടെ ഇരിക്കാൻ കിട്ടുന്ന ഒരവസരം. പല രാജ്യത്തിലിരുന്ന് അനേകർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതെങ്കിൽ ഈ പ്രാർത്ഥനയിൽ വരണം. നാളെ ഇതേ സമയത്ത് രാവിലെ വീണ്ടും കാണാമല്ലോ. ഗോഡ് ബ്ലസ് യു.